പോകാം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം സ്വകാര്യ വാഹനം ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി. ലോട്ടറി കച്ചവടക്കാരൻ ഉൾപ്പെടെ 4 പേർക്ക് ഗുരുതരമായ പരിക്കുപറ്റി. എന്തായാലും വലിയ സംഭവമാണ് ഉണ്ടാകുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുമ്പിലാണ് ഈ സംഭവം ഉണ്ടായത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്താണ് സംഭവിച്ചത്? ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്താണ് സംഭവിച്ചത്? ഡാൻ, ജനറൽ ആശുപത്രിക്ക് സമീപത്ത് ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന ഫുട്പാത്തിലേക്കാണ് ഒരു സ്വകാര്യ വാഹനം അമിത വേഗതയിലെത്തി ഇടിച്ചു കയറിയത്. സമീപത്തുണ്ടായിരുന്ന 4 പേർക്കാണ്, അതായത് ഒരു യുവതിക്കും അതോടൊപ്പം ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന ഒരു വ്യക്തിക്കും മറ്റ് 2 ഓട്ടോ ഡ്രൈവർമാരുൾപ്പെടെ 4 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇതിൽ ഒരാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരെ അല്പസമയത്തിനകം ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റും. ഇതാ പരിക്കേറ്റ ഒരാളുമായി ജനറൽ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെടുകയാണ്. അതായത് 2 പേർക്ക് ആശങ്ക ഉണർത്തുന്ന തരത്തിലുള്ള പരിക്കാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് വിവരം. തലയ്ക്കാണ് ഇവർക്ക് പരിക്കേറ്റിരിക്കുന്നത്. സമീപത്ത് പല ഭാഗങ്ങളിൽ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്. കാരണം ഭീതിജനകമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പെട്ടെന്ന് ഈ വാഹനം ഓടിച്ചിരുന്ന യുവാവിന് എന്തോ പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഈ അമിത വേഗതയിലേക്ക് ഇവിടേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പോലീസിന് ദൃക്സാക്ഷികൾ നൽകിയിരിക്കുന്ന മൊഴി. അതിനുശേഷം ഉടൻ തന്നെ ഇയാളെ കന്റോൺമെന്റ് പോലീസ് എത്തി സ്ഥലത്ത് നിന്ന് മാറ്റുകയായിരുന്നു. അതായത് വാഹനത്തിന്റെ എയർ ബാഗിലടക്കം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത്രയും വേഗതയിലാണ് ഇവിടേക്ക് ഇടിച്ചു കയറിയത്. ഇവിടെ നിന്ന് ഒരാൾ തെറിച്ച് മറുവശത്തേക്ക് പോകുന്ന തരത്തിൽ അത്രയും ഭീതിജനകമായ ഒരു അപകടമാണ് ഉണ്ടായത്. 4 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 4 പേരെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് ഈ വാഹനം ഇവിടെ ഇങ്ങനെ വന്ന് ഈ ക്രോസ് ബാരിയറിൽ ഇടിച്ച് നിന്നത്. ഇപ്പോൾ ഈ ഫുട്പാത്തിന് സമീപം സാധാരണയായി ജനറൽ ആശുപത്രി ആയതുകൊണ്ട് തന്നെ ഓട്ടോ ഡ്രൈവർമാരടക്കം കൂടി നിൽക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് പെട്ടെന്ന് ഈ വാഹനം വളരെ അപ്രതീക്ഷിതമായി ഇടിച്ച് കയറി വരികയായിരുന്നു. അങ്ങനെ കയറിയാണ് ഇപ്പോൾ ഈ ദാരുണമായ അപകടം ഉണ്ടായിരിക്കുന്നത്. എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ രക്തം തളം കെട്ടിക്കിടക്കുന്നത് എവിടെ വരെ എന്ന് കാണാം. അതായത് ആ ഭാഗത്തേക്ക് വരെ ഇതിൽ 2 പേർ തെറിച്ച് വീണിട്ടുണ്ട്. അവിടെ നിന്നാണ് അവരെ ഈ ജനറൽ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റിയത്. ആ ദൃശ്യങ്ങൾ നേരിട്ട് കാണിക്കുന്നില്ല. കാരണം ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഭീതി തോന്നുന്ന തരത്തിലാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സമയത്താണ് അതായത് ഇവിടെ കൃത്യമായി തന്നെ സുരക്ഷാ വേലിയൊക്കെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ആ വേലി പൊളിച്ചുകൊണ്ടാണ് ഈ വാഹനം ഇവിടേക്ക് കയറി വന്നിങ്ങനെ നിന്നതെന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു അപകടമാണ് ഉണ്ടായതെന്ന് അതിലൂടെ തന്നെ വ്യക്തമാണ്. ഇവർ പരിക്കേറ്റ് ഈ വാഹനം ഇടിച്ച് തെറിച്ച് വീണ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 8-ന് ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് ഈ ദാരുണമായ അപകടം ജനറൽ ആശുപത്രിക്ക് സമീപം ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റവരിൽ ഒരാളെ ആദ്യം തന്നെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു. മറ്റ് 3 പേരിൽ ഒരാളുടെ നില കൂടി ഗുരുതരമായ സാഹചര്യത്തിലാണ് അല്പസമയം മുമ്പ് ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയാളെ മാറ്റിയിരിക്കുന്നത്. മറ്റ് 2 പേർ ഇപ്പോൾ ജനറൽ ആശുപത്രിയിലുണ്ട്. അവർക്ക് പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പരിക്കേറ്റവരിൽ 3 പേർക്കും തലയ്ക്ക് തന്നെയാണ് പരിക്കേറ്റിരിക്കുന്നത്. തല പൊട്ടി രക്തം വാർന്നൊഴുകുന്ന നിലയിലാണ് അവരെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവിടെ ഓട്ടോ ഡ്രൈവർമാരുണ്ട്, ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായവരുണ്ട്. പക്ഷെ അവർ ഇപ്പോഴും അതിന്റെ ഒരു നടുക്കത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. കാരണം എല്ലാവരും ഒരുമിച്ച് നിന്ന് വർത്താനം പറയുന്ന ഒരു സ്ഥലത്തേക്ക് വളരെ അപ്രതീക്ഷിതമായ ഒരു വാഹനം ഇടിച്ചു കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിങ്ങൾ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? സമയത്തുണ്ടായിരുന്നു. എവിടുന്നാണ് വന്നത്? എന്താണ് സംഭവിച്ചത്? വന്ന് ഇവിടേക്ക് ഇടിച്ചു കയറി. പക്ഷെ ആള് ആശുപത്രി കൊണ്ടുപോവുകയും ചെയ്തു ഈ പരിസരത്തേക്ക്. ഇയാള് മദ്യപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും അറിയത്തില്ല. മദ്യമൊന്നും അറിയില്ല. മദ്യം കുടിക്കാനുള്ള സാധ്യത കാണുന്നില്ല. സ്പീഡിലെത്തി ഇങ്ങനെ സ്പീഡിലെത്തി ഇടിച്ച് കയറിയത്. ഈ ലോട്ടറി വിൽക്കുന്ന ആളാരായിരുന്നു? എവിടെയായിരുന്നു? ഫ്രണ്ടിൽ തന്നെയായിരുന്നു. ഓക്കെ. അങ്ങനെ 4 പേർക്കാണല്ലേ? 4 പേർ. നമ്മുടെ കൂടെയുള്ള ഷാഫി, പിന്നെ വേറെ പച്ചക്കാടൻ എന്ന് പറയും സുരേന്ദ്രൻ, അങ്ങനെ വേറൊരാളുണ്ട്. ആ പുള്ളിയുടെ പേരറിയില്ല. ഞങ്ങൾ സ്റ്റാൻഡിലുള്ള ആളുകൾ തന്നെയാണ്. 2 പേര് ഓട്ടോ ഡ്രൈവർമാരാണ്. 3 പേര് ഓട്ടോ ഡ്രൈവർ. 2 പേര് നടന്നു വരികയായിരുന്നു. 2 പേര് ഇതിൽ നടന്നു വരികയായിരുന്നു. അമ്മയും മോനും ആണെന്ന് തോന്നുന്നു. ആരാണെന്ന് നമുക്ക് വ്യക്തമല്ല. അവരെയൊക്കെ ഇടിച്ചു മറിച്ച് അവരൊക്കെ ദൂരെ പോയി തെറിച്ച് വീഴുകയും ചെയ്തത്. അവിടെയാണ് രക്തം തളം കെട്ടി കിടക്കുന്നത്. ദൂരെ പോയി ഇവിടെ ഇടിച്ചിട്ട് അവിടെ തെറിച്ച് വീഴുകയും ചെയ്തു. അപ്പൊ അത്രയും സ്പീഡിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങളുടെ സ്ഥലത്തിൽ നിന്ന് അർജന്റ് ഓടി വന്നപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്.
ഇപ്പോൾ ഒരാൾ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇയാൾ ആരാണെന്ന് കണ്ടില്ലല്ലേ ഈ വാഹനം ഓടിച്ചിരുന്ന ഓടിച്ച ഒരു പയ്യനാണ് കൊണ്ടുവന്നത്. പയ്യനും മോനും ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ പോലീസ് കൊണ്ടുപോയി. ആ വണ്ടിയിൽ രണ്ടുപേരുണ്ട്. രണ്ടുപേരുണ്ടായിരുന്നു. അത് പോലീസ് വഞ്ചൂർ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് അവർ പറയുന്ന അനുസരിച്ച് ഈ സ്റ്റാൻഡിലുണ്ടായിരുന്ന 2 ഓട്ടോ ഡ്രൈവർമാർ, ഒരു യുവതിയും അവർക്കൊപ്പം ഒരു കുഞ്ഞുമുണ്ടായിരുന്നു, മറ്റൊരു ലോട്ടറി വിൽപ്പനക്കാർ, ഇങ്ങനെ 5 പേരാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നതെന്ന വിവരമാണ് ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായ ഓട്ടോ ഡ്രൈവർമാർ പങ്കുവെക്കുന്നത്. എന്തായാലും 2 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അവർക്ക് ഉടൻ തന്നെ അടിയന്തരമായ വൈദ്യസഹായം അവിടെ ഉറപ്പുവരുത്തുന്ന നടപടികളൊക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മറ്റുള്ളവരെ ജനറൽ ആശുപത്രിയിൽ പ്രാഥമികമായ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷം ആവശ്യമെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് പോലീസും മറ്റ് ആശുപത്രി അധികൃതരും അറിയിക്കുന്നത്. ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അത് വലിയ ഭീകരമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഗുരുതരമായ പരിക്കാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാൽനട യാത്രക്കാരും ഒപ്പം തന്നെ ഫുട്പാത്തിൽ നിന്നവർക്കും ഇടയിലേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. അമിത വേഗതയിൽ വന്ന ഒരു വാഹനം ഇടിച്ചു കയറിയാണ്, ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയാണ് തിരക്കേറിയ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഇത്തരമൊരു അപകടമുണ്ടായിരിക്കുന്നത്. കാറിൻ്റെ മുൻഭാഗം ഏറെക്കുറെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഒപ്പം എന്താണ് ഈ അപകടത്തിന് കാരണം, വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ടുപോയതിൻ്റെ കാരണം, ഇക്കാര്യത്തിലൊക്കെ പരിശോധന വേണ്ടതാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അപ്രതീക്ഷിതമായുള്ള അപകടമാണ്. വാഹനം ഇടിച്ചു കയറി ഗുരുതര പരിക്ക് പറ്റിയിരിക്കുന്നു. 4 പേരുടെ നില ഗുരുതരമാണ്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുതരമായ പരിക്കുപറ്റി. ഡാൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ? ഈ ഡാനും അവിടെ നിന്നും പ്രദേശവാസികൾ നൽകിയ വിവരമനുസരിച്ച് കാൽനട യാത്രക്കാരായിരുന്ന ഒരു സ്ത്രീക്കും ഒപ്പമുണ്ടായിരുന്ന ഒരാൾക്കുമാണ് ഏറ്റവും അധികം പരിക്കെന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? അതായത് 2 പേരെ, അതായത് ഗുരുതരമായി പരിക്കേറ്റ 2 പേരെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ജനറൽ ആശുപത്രിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ നില അത്ര വലിയ പരിക്കുള്ളത്, എന്നാലും പരിക്കുണ്ട്, അവർക്ക് രക്തം വാർന്നൊഴുകുന്നുണ്ട്, അത് അതീവ ഗുരുതരമല്ല. അതുകൊണ്ടാണ് അവരെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുന്നത്. പ്രാഥമികമായി നൽകേണ്ട ചികിത്സകളൊക്കെ ഇവിടെ നിന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മറ്റ് പരിശോധനകൾ ആവശ്യമാണെങ്കിൽ അവരെയും കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 2 പേരെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു യുവതിയും അവർക്കൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞും ആരാണ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവരുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഒന്നും ലഭ്യമായിട്ടില്ല. അവർ കാൽനടയായി അവിടേക്ക് നടന്നു പോകുന്നതിനിടയിൽ അവർക്ക് മുമ്പിലേക്ക് ഈ വാഹനം ഇടിച്ചു കയറി അവർ തെറിച്ച് ഏതാണ്ട് ഒരു 10 മീറ്ററോളം തെറിച്ച് വീണു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ രക്തം വാർന്നു കിടക്കുന്ന നിലയിൽ അവരെ അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി മറ്റ് മേൽ നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും വളരെ അപ്രതീക്ഷിതമായി, സാധാരണ ആളുകൾ ഒരുപാട് തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇവിടുത്തെ കൌൺസിലർ കൂടിയായിരുന്ന ഡിവൈഎഫ്ഐയുടെ നേതാവ് IP ബിനു എന്നോടൊപ്പം ചെയ്തു. ബിനു, എന്താണ് അവിടെ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം? അവിടെ ലഭിക്കുന്നത് 4 പേരും ഗുരുതരാവസ്ഥയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ 3 പേരെ നേരത്തെ കൊണ്ട് ഇപ്പോൾ അവസാനമായിട്ട് ഒരാളെ കൊണ്ടുപോയി. നിലവിൽ ജനറൽ ആശുപത്രിയിൽ ആരുമില്ല, ജനറൽ ആരുമില്ല, എല്ലാവരും ഇവിടുന്ന് കൊണ്ടുപോയാണ്. എന്താണ് പറയുന്നത് ഡോക്ടേഴ്സ് പറയുന്നത്? ഇവിടുന്ന് ഇതുവരെ പരിക്കാണ്, നല്ല ഇഞ്ചുറി ഉണ്ട്, വളരെ സീരിയസ് ആണ്. എന്തായാലും ബിനു പറയുന്ന അനുസരിച്ച് 4 പേരെയും, അതായത് ഈ ആംബുലൻസിൽ കൂടി അവസാനമുള്ള ആളുകളെയും ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ പരിക്കേറ്റ 4 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ജനറൽ ആശുപത്രിയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. പരിക്ക് ഗുരുതരമാണ് എന്ന വിവരമാണ് ഈ സമീപവാസികളടക്കം നമ്മളോട് പങ്കുവെക്കുന്നത്. ഡാൻ സൂചിപ്പിച്ചതുപോലെയാണ് 4 പേരും ഗുരുതരാവസ്ഥയിലാണ്. 4 പേരെയും ജനറൽ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും വരുന്ന ബുള്ളറ്റിനുകളിൽ അവരുടെ ആരോഗ്യനില സംബന്ധിച്ച കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം.